തുടർച്ചയായി 3 ദിവസത്തെ അലച്ചിലിന് ശേഷം രാവിലെ എണീറ്റ് പോവുക, വൈകുന്നേരം തിരിച്ചു വരിക. അതിനുശേഷം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നത് ഞായറാഴ്ചയാണ്. പക്ഷേ ആ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നൊരു വിശേഷ ദിവസമാണ്. രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വാപ്പ അതേ നെയ്ച്ചോറ് വയ്ക്കുന്നു, ഒരു സൈഡിൽ ബീഫ് കറിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എണീറ്റ് വന്നു, രാവിലത്തെ ഞം കഴിച്ചു, പിന്നെ പോയി കുളിച്ചു. അപ്പം എന്താണ് വിശേഷമൊന്നുമില്ലേ, ഇതേ ഈ സുന്ദരിക്കുട്ടിയുടെ നൂല് കെട്ടാണ്. പുള്ളിക്കാരിക്ക് മുടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശാത്തി വലിയ പ്രശ്നമില്ല, അങ്ങ് മിണ്ടാണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ 2 മക്കളും ചേട്ടത്തിയുടെ 2 പേരും വിളിച്ച് കിടുക്കി പൊടിച്ച് കളഞ്ഞു. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചെയ്തോളൂ, ഞാൻ മിണ്ടാതിരുന്നോളാം എന്നുള്ള രീതിയിൽ അവളങ്ങ് ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പപ്പടം പൊരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പപ്പടം നല്ല മൂക്കണം. അപ്പം അതൊക്കെ ഒന്ന് വറുത്തൊക്കെ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും ആളിൻ്റെ മുട്ടയടിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേ ആശാത്തി കരിയൊക്കെ ഇട്ട് ഒരുങ്ങുവാണ്. പിന്നെ എന്തുവാ, നൂല് കെട്ടുന്നുള്ള ചടങ്ങുണ്ടല്ലോ, പിന്നെ അതിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മളും ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നേരെ ഹാളിലോട്ട് ചെന്നു. അപ്പോഴത്തേക്കും ദേ അവളെ മാമിയൊക്കെ നൂലൊക്കെ കെട്ടി, പിന്നെ അരഞ്ഞാണമൊക്കെ കെട്ടി. ഞാനും ചേട്ടത്തിയും കൂടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ 2 മാമിമാരാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മതിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡ്രസ്സ് ഇക്ക വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് നൂലേട്ടിൻ്റെ അന്ന് തന്നെ ഇടണമെന്ന്. അതുകൊണ്ട് മതിനെ അപ്പം തന്നെ അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോഴാണ് ഓർമ്മിച്ചത് സലാഡ് ഉണ്ടാക്കിയിട്ടില്ലാന്ന്. പിന്നെ പെട്ടെന്ന് എല്ലാം കൂടെയൊക്കെ വെട്ടിക്കൂട്ടി അതും ആക്കി. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതെല്ലാം വിളമ്പാനുള്ള ചുമതല എനിക്കായിരുന്നു. ആദ്യം പിള്ളേർക്ക് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പോയി നെയ്ച്ചോറൊക്കെ കോരി ബീഫ് കറിയൊക്കെ എടുത്ത് എല്ലാവർക്കും വിളമ്പിയ ശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അടിപൊളിയായിരുന്നു. പാചകം എല്ലാം വാപ്പാരതായിരുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടത്തി ചെറിയൊരു കലാപരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടാണ് ഈ വായ വിട്ട് ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.